പഴം ഫ്രൂട്ട്സും ഇഷ്ടമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ടായ ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്കയാണ് ഏറെ ഇഷ്ടം. ഇപ്പോൾ ചക്കയുടെ സീസൺ ആകാറായല്ലോ. ഇന്ന് ചക്ക പല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് പല പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾക്ക് അവൈലബിൾ ആണ്. പച്ച ചക്ക കൊണ്ടുള്ള ഉപ്പേരി എല്ലാ കാലത്തും ഫേമസ് ആണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പഴുത്ത ചക്കപ്പഴത്തിൻ്റെ ചിപ്സ് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ക്രിസ്പിയും സ്വീറ്റുമായിരുന്നു. നാച്ചുറൽ സ്വീറ്റായിട്ട് തോന്നി. അത് വിദേശത്തുണ്ടാക്കിയ വാക്യൂം ഫ്രൈഡ് റൈപ്പ് ജാക്ക് ഫ്രൂട്ട് ആയിരുന്നു. എന്തായാലും ഉണങ്ങിയ ചക്കപ്പഴം വളരെ ടേസ്റ്റിയാണ്. ചക്കപ്പഴം നമുക്ക് പല രീതിയിൽ ഉണക്കിയെടുക്കാമായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടിയ ചക്കപ്പഴം അതിൻ്റെ രുചിയിൽ ഒട്ടും കുറവ് വരാതെ നല്ലതായി നാച്ചുറൽ ഫ്ലേവറോട് കൂടി തന്നെ പ്രോസസ്സ് ചെയ്ത് ഉണക്കിയെടുത്തതായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ്. ചക്കച്ചുള കൊണ്ടും ചക്ക കുരു കൊണ്ടുമൊക്കെയുള്ള പല റെസിപ്പീസ് മോൾജീസ് ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് നിങ്ങളുടെ സൗകര്യപൂർവ്വം കാണാവുന്നതാണ്. അതുപോലെ പുറം ഭാഗം അഴുകിയ രീതിയിലും ഒരു ചക്ക എനിക്ക് കിട്ടി. കണ്ടിട്ട് ഗുണമില്ലെന്ന് വിചാരിച്ച് കളയാമെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷെ വെറുതെ ഒന്ന് പിളർന്നു നോക്കിയപ്പോൾ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അതിലെ ചുളകളെല്ലാം ദൃഢമുള്ളതും മധുരമുള്ളതുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു സന്ദേശം തെളിഞ്ഞു വന്നു. പുറമേ കാണുന്നത് മാത്രം നോക്കി ആർക്കും വിലയിടരുത്. ആളെ അടുത്തറിയണം, പൊന്ന് ഉരച്ചറിയണം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.